മുത്തുമണീസ് മുന്നിൽ തന്നെ ചിക്കനല്ലേ കിടക്കണത്. ഇത് നന്നായിട്ട് കായം പുരട്ടി വെച്ച ചിക്കനാണ്. അത് നമ്മളിത് ആദ്യം പൊരിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് പരിപാടി അതാട്ടോ, എല്ലാ ചിക്കനും നമ്മൾ പൊരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണ് പൊരിച്ചെടുക്കുന്നത് വെച്ചാൽ ഇന്ന് ഇവിടെ സ്പെഷ്യൽ വരുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പം അതിലേക്കുള്ള ഓരോരോരോ പരിപാടികളാണ്. ഇതാ ചിക്കനൊക്കെ നല്ലോണം പൊരിച്ചെടുത്ത് അതൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചെടുത്ത ഓയിലില്ലേ, ആ ഓയിൽ തന്നെ അതിലേക്ക് വേറെ ഒരു പാനിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ആവശ്യത്തിന് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തതാട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കല് കേട്ടോ ഗൈസ്. അപ്പം അതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിനിടയിൽ നമ്മൾ ഈ പച്ചമുളക് അരച്ചതാട്ടോ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ ലേശം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒക്കെ ഒന്ന് മൂന്നും അരച്ചിട്ട് നമ്മൾ അതും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മിക്സിലോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യം തക്കാളി എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് തക്കാളി എടുക്കുക. എത്ര തക്കാളി എടുത്ത് ഞാൻ പറയാം. ഇത് കഴിഞ്ഞ് നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ചതിൽ. പിന്നെ അതിലെങ്ങനെയാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്ത് അതൊരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നെയ്ച്ചോറ് അങ്ങോട്ട് ഇറക്കി വെച്ചു. ഇനിയാണ് നമ്മൾ റോളിങ് വരുന്നത്. നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് ഫസ്റ്റ് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറുണ്ടല്ലോ അത് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ലെയറായി നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ ഗൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കാന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഉമ്മാന്റെ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ആക്കിക്കോളുക. അതിനിടയിൽ ഞാൻ പിന്നെയും പറയുന്നു, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പണി കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റോടെ നല്ല രുചിയോടെ കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതൊരു ഒരു സന്തോഷം കിട്ടുക. അങ്ങനെ നമ്മൾ ആ പൊരിച്ച ചിക്കനൊക്കെ അതിലിട്ട് കൊടുത്ത് അതിന്റെ മുകളിലും നമ്മളങ്ങനെ ആ ലെയറായിട്ട് നമ്മൾ ആ മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, അത്ര തന്നെ. പിന്നെ ആ ഒരു സമയം നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള ഏകദേശം ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ അതൊക്കെ അങ്ങനെ ലെയറാക്കി വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം ആവി പുറത്തേക്ക് പോവാണ്ടിരിക്കാനാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് ഉള്ളൊരു സാധനം വെച്ച് അതവിടെ റെഡിയാക്കാൻ വെച്ചിട്ടോ. അതവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതി വിചാരിച്ചു. കൂടെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്തിരി ജ്യൂസും. അത് തന്നെ. അപ്പം നോമ്പ് തുറക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മളത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.